Hello friends, welcome to Xylem KS classes. Myself Rino Mariam. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ KSലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ആ ജോഗ്രഫി എന്ന സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം, വാട്ട് ഈസ് ജോഗ്രഫി? എന്താണ് ജോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നത്? നിങ്ങൾ എല്ലാവരും തന്നെ 10th സ്റ്റാൻഡേർഡ് വരെ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ചിലവര് +1 +2ലും കൂടെ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും. വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്തായാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് 10th സ്റ്റാൻഡേർഡ് വരെ ജോഗ്രഫി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ജോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഓക്കെ, ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ എന്ന് പറഞ്ഞാൽ എർത്ത് എന്നാണ് അർത്ഥം, അല്ലെ? ജിയോ മീൻസ് എർത്ത്, ഗ്രഫി മീൻസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് ആണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത്. ഇപ്പൊ കുറെ പേര് എനിക്ക് തോന്നുന്നു മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, ജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് എർത്ത് ആണ്. സ്റ്റഡി ഓഫ് എർത്ത് ജിയോഗ്രഫി അല്ല, അത് ജിയോളജി ആണ്. അത് ജിയോളജി ആണ്. ജിയോ മീൻസ് എർത്ത്, ഓളജി മീൻസ് സ്റ്റഡി. സ്റ്റഡി ഓഫ് എർത്ത് എന്ന് അറിയപ്പെടുന്നത് ജിയോളജി ആണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് ആണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് സയൻസസ് ആണ്. അപ്പോ എന്താണ് ജിയോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നത്? ജിയോഗ്രഫിയിൽ നമ്മൾ പൊതുവെ പഠിക്കുക നമ്മുടെ എർത്തിന്റെ സർഫസിൽ നടക്കുന്ന പ്രോസസ്സസിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ എർത്ത്ക്വിക്സ്, വോൾക്കാനിസം, പ്ലേറ്റ് ടെക്ടോണിക്സ്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് റെയിൻഫോൾ, മെക്കാനിസം ഓഫ് സൈക്ലോൺ, അല്ലെങ്കിൽ ഹൗ വേവ്സ് ആർ ക്രിയേറ്റഡ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കുക. എർത്തിന്റെ സർഫസിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കുക. എർത്തിന്റെ സർഫസിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ് മഴ പെയ്യുന്നത്, മഞ്ഞുണ്ടാവുന്നത്, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, ഭൂചലനം. ഇതൊക്കെയാണ് ജിയോഗ്രഫിയിൽ പഠിക്കുക. ദെൻ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോഗ്രഫി ആൻഡ് ജിയോളജി? എന്താണ് ജിയോഗ്രഫിയും ജിയോളജിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം? ജിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ചും എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ചും, അവിടുത്തെ റോക്സ്, അതിന്റെ കോമ്പോസിഷൻ, മിനറൽ കോമ്പോസിഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ജിയോളജി എന്ന് പറയുന്നത്. ജിയോളജി എന്ന് പറയുന്ന സയൻസിൽ മെയിൻ ആയിട്ട് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ചും എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ചും റോക്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. പക്ഷെ ജിയോഗ്രഫിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എർത്തിലെ ഡിഫറെന്റ് ഫിനോമിനാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജിയോഗ്രഫി KAS? KS പരീക്ഷയില് ജോഗ്രഫിയുടെ പ്രാധാന്യം എന്താണ്? ഒന്ന് ആലോചിക്കേ, എന്തായിരിക്കും ജോഗ്രഫിയുടെ പ്രാധാന്യം KS പരീക്ഷയില്? KS പരീക്ഷ നമുക്കറിയാം, കേരളത്തിലെ ഒരേ ഒരു KS എക്സാമേ നടന്നിട്ടുള്ളൂ, അല്ലെ? ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇനി കണ്ടിട്ടില്ലാത്തവര് ഒന്ന് പോയി നോക്കണം. നിങ്ങൾ KS പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? KSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പ്രീവിയസ്ലി നടന്ന KSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കണം. എന്നിട്ട് അതിൽ ഓരോ സബ്ജക്റ്റും ഒന്ന് അനലൈസ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പ്രിലിംസിന്റെയും നോക്കണം, മെയിൻസിന്റെയും നോക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഓക്കെ, ഇനി അപ്പൊ KSന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. KSന്റെ പ്രിലിംസിൽ നമുക്ക് 2 പരീക്ഷകളുണ്ട്, അല്ലെ? പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോ അതിൽ പേപ്പർ 1ലാണ് ജോഗ്രഫി വരിക. KS പരീക്ഷയുടെ പ്രിലിംസിൽ പേപ്പർ 1ലാണ് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത്. ഓക്കെ, ആ പേപ്പർ 1 ജോഗ്രഫി എന്ന സബ്ജക്ട് ഉണ്ട്. അതുകൂടാതെ വേറെ സബ്ജക്റ്റുകളും ഉണ്ട്. ഇനി നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ആ. പേപ്പർ 1 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 100 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ 15 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നായിരുന്നു. അപ്പൊ പ്രിലിംസിന് ജോഗ്രഫിന്ന് 15 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 15 ചോദ്യങ്ങൾ അത്ര നിസ്സാരമല്ല, 30 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. 15 ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 15 ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ 15 ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിലിംസിന് ജോഗ്രഫി
ഇമ്പോർട്ടന്റ് ആണ്. ഇനി മെയിൻസിലോട്ട് വരുമ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 നമ്മുടെ ജോഗ്രഫി വരിക. നമുക്കറിയാം KS-ന് 3 പേപ്പേഴ്സ് ഉണ്ട് അല്ലെ, ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3. അതിൽ ജനറൽ സ്റ്റഡീസ് 3 ജോഗ്രഫി എന്ന സബ്ജക്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രീവിയസ് ഇയർ KS-ന്റെ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ 3 മാർക്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 5 മാർക്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്, 3 മാർക്സ് ക്വസ്റ്റ്യൻസും. അപ്പോൾ ഈ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ജോഗ്രഫിയിൽ നിന്ന് 4 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. 4 ചോദ്യങ്ങളാണ് 5 മാർക്കിനുള്ളത് വന്നേക്കുന്നത്. ഇനി 3 മാർക്സ് ക്വസ്റ്റ്യൻസും 4 എണ്ണമാണ് വന്നേക്കുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസും 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് KS പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജോഗ്രഫി എന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. പ്രിലിംസിന് 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി മെയിൻസിനാണെങ്കിൽ 5 മാർക്കറിന്റെ 4 ക്വസ്റ്റ്യനും 3 മാർക്സിന്റെ 4 ക്വസ്റ്റ്യനും ചോദിച്ചു. അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ജോഗ്രഫിക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ബാക്കി സബ്ജക്ട്സ് പഠിക്കുന്നില്ലേ, ഹിസ്റ്ററി, എക്കണോമിക്സ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതിനെല്ലാം ജോഗ്രഫിയും കൂടെ അറിഞ്ഞിരിക്കും. കാരണം എല്ലാ സബ്ജക്ട്സും ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുക ബാറ്റിൽസും ഇൻവാഷൻസ് ഒക്കെയാണ്. ഈ ബാറ്റിൽസും ഇൻവാഷൻസ് ഒക്കെ നടന്നത് എന്തുകൊണ്ടാ? റിസോഴ്സസിന് വേണ്ടിയിട്ടാണ്. വെറുതെ ഇവിടെ വന്നു പോയ ആൾക്കാരാണോ യൂറോപ്യൻസ്? അല്ല. യൂറോപ്യൻസ് എന്തിനാ ഇന്ത്യയിലോട്ട് വന്നത്? ഇവിടുത്തെ റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അല്ലെ. അങ്ങനെ റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയവര് പിന്നീട് ഇവിടെ ഒരു അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇന്റർനാഷണൽ റിലേഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ് KS-ലുള്ള ഒരു സബ്ജക്റ്റാണ്. സാധാരണ PSC പരീക്ഷകൾക്ക് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. അത് KS-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കണമെങ്കിലും നമ്മുടെ ജോഗ്രഫിയിലെ റിസോഴ്സ് ജോഗ്രഫി എന്ന ഭാഗം അറിഞ്ഞിരിക്കും. കാരണം ഇന്ത്യയും ഗൾഫ് കൺട്രീസും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെ വന്നാലും ഇന്ത്യ ഒരിക്കലും ഗൾഫ് കൺട്രീസിനെ പിണക്കില്ല. എപ്പോഴും ഇന്ത്യ വിൽ കീപ് എ ഗുഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ഗൾഫ് കൺട്രീസ്. എന്തുകൊണ്ടാണ് ഗൾഫ് കൺട്രീസ് ആയിട്ട് നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന റീജിയൻ ആണ് ഗൾഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് നല്ലൊരു ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. എന്നാലേ ഓയിലും നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇന്ത്യ അമേരിക്ക റിലേഷൻ പഠിക്കും, ഇന്ത്യ സോവിയറ്റ് യൂണിയൻ റിലേഷൻ പഠിക്കും. ഈ റിലേഷൻസ് ഒക്കെ റിസോഴ്സസിനെ ബേസ് ചെയ്താ. നമുക്ക് റഷ്യയായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്, കാരണം നമുക്ക് ന്യൂക്ലിയർ എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ റിലേഷൻസ് എല്ലാം എന്തിന്റെ ബേസിസിലാണ്? റിസോഴ്സസിന്റെ ബേസിസിൽ. ഇനി വേറൊരു സബ്ജക്റ്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റില് നിങ്ങൾ ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് മാത്രമേ പഠിക്കത്തുള്ളൂ. പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ഒരു ഡിസാസ്റ്ററിന്റെ പേര് തന്നിട്ട് ആ ഡിസാസ്റ്റർ എന്താണ്, അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതെങ്ങനെ മാനേജ് ചെയ്യാം, ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. വാട്ട് ഈസ് എർത്ത്ക്യൂക്ക്? വാട്ട് ആർ ദ കോസസ് ഓഫ് എർത്ത്ക്യൂക്ക്? What is the NDMA guidelines? That means National Disaster Management Authority guidelines to manage earthquake. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. എന്താണ് എർത്ത്ക്യൂക്ക്, കോസസ് ഓഫ് എർത്ത്ക്യൂക്ക് എന്താണ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക. അപ്പൊ എന്താണ് എർത്ത്ക്യൂക്ക്, എന്താണ് അതിന്റെ കോസ്, ഇത് നമ്മൾ എവിടെയാ പഠിക്കുന്നത്? ഇത് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫിയിലാണ്. അപ്പൊ ജോഗ്രഫി എന്ന സബ്ജക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് 3 ഡിസിപ്ലിൻസ് ഓഫ് ജോഗ്രഫി ആണ് KS-ൽ പഠിക്കാനുള്ളത്. KS-ൽ നമ്മൾ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്. 3 ജോഗ്രഫി പോർഷൻസ് പഠിക്കാനുണ്ട്. ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്നു, അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്നു, ഫൈനലി കേരള ജോഗ്രഫിയിലോട്ട്. കേരള ജോഗ്രഫി എടുക്കുന്ന സൂരജ് കൊടിയേരി സാറായിരിക്കും. ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ഇനി എന്തൊക്കെയാണ് ജോഗ്രഫി പഠിക്കാനുള്ള സോഴ്സസ്? KS-ന് വേണ്ടി നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എന്തൊക്കെ ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടത്? ഫസ്റ്റ് SCRT ബുക്സ്.
SCRT നോക്കണം. കാരണം നമുക്കറിയാം കഴിഞ്ഞ 2 വർഷങ്ങളിൽ PSCയുടെ പാറ്റേൺ തന്നെ മാറി. ഒരുപാട് പുതിയ ടൈപ്പ് UPSC രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇതിൽ ഭൂരിഭാഗം ചോദ്യങ്ങൾ അവർ ചോദിച്ചിരിക്കുന്നത് SCRTയിൽ നിന്നാണ്. അപ്പൊ ആ SCRT നിങ്ങൾ വായിച്ചിരിക്കണം. അതുപോലെ NCRTs ഇമ്പോർട്ടൻ്റ്. കാരണം UPSC രീതിയിലാണ് KS ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ UPSCയുടെ ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗവും NCRTയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ NCRT കവർ ചെയ്യണം. NCRT കവർ ചെയ്യാൻ പറയുമ്പോൾ 6 to 12th വരെയുള്ള NCRT വായിച്ചാൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് 6th to 12th വരെ വായിക്കാനുള്ള സമയം ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? 11th സ്റ്റാൻഡേർഡിൽ 2 ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട്. ഈ 2 ടെക്സ്റ്റ് ബുക്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ 2 ടെക്സ്റ്റ് ബുക്കിന്റെ പേര് എഴുതിയേക്കുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഇത് +1 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ആ +1 2 ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചാൽ മതി. കാരണം നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. അപ്പൊ ആ 2 ടെക്സ്റ്റ് ബുക്കുകൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പർ, അതായത് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സിൽ കൊടുത്തിരിക്കുന്ന നേഷൻസ്, ഇപ്പൊ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്ന നേഷൻസ് അല്ലെങ്കിൽ വാർ നടക്കുന്ന നേഷൻസ്, അങ്ങനെയുള്ള നേഷൻസും അതിന്റെ ബോർഡറിങ് കൺട്രീസും നോക്കി വെക്കണം. ഇനി നമ്മുടെ ന്യൂസിൽ പ്രധാനമായിട്ടും വരുന്ന സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോ നമ്മുടെ ടെൽ അവീവ് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആണ്. ടെൽ അവീവ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നുണ്ട്. അപ്പൊ അത് നോക്കണം. ഇനി ഏതെങ്കിലും ഒരു സിറ്റീസിൽ ഇൻസർജൻസി ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ എന്തെങ്കിലും എർത്ത്ക്വേക്ക് ഉണ്ടായി, അപ്പൊ ആഴ്ചകളോളം ആ സിറ്റി ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോക്കി വെക്കണം. ഇനി വോൾക്കാനിക് ഇറപ്ഷൻസ്, അതായത് ന്യൂസിൽ കാണുന്ന വോൾക്കാനിക് ഇറപ്ഷൻസ്, അപ്പൊ ആ വോൾക്കാനോന്റെ പേര് നോക്കണം. ആ വോൾക്കാനോ എവിടെ കാണുന്നു, ഏത് രാജ്യത്താണ് എന്നത് നോട്ട് ചെയ്യണം. ഇപ്പോ നമ്മുടെ UPSCയിലാണ് നേഷൻസും ബോർഡറിംഗ് നേഷൻസും അതേപോലെ സിറ്റീസ് ഇൻ ന്യൂസും ചോദിക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ KASലും അവർ ചോദിച്ചു തുടങ്ങി. ഡിഗ്രി എക്സാംസിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ KASൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രി എക്സാംസിൽ ഇപ്പൊ നേഷൻസും ബോർഡറിംഗ് നേഷൻസും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇസ്രായേലിന് ചുറ്റുന്ന രാജ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഇസ്രായേലില് പ്രശ്നങ്ങൾ നടക്കുന്ന സിറ്റീസ് ഉണ്ട്. ഇപ്പൊ അഷ്കലോൺ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്ന, അപ്പൊ അങ്ങനത്തെ സിറ്റീസ് ചോദിക്കാം. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. PSC തന്നെ ചോദിച്ച ഒരു എക്സാമ്പിൾ, സാപ്പോറിസിയ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്, യുക്രൈനിലെ സിറ്റിയാണ്. ഈ സാപ്പോറിസിയ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു ഫേമസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. റഷ്യ അത് പിടിച്ചെടുത്തു ഉക്രൈൻ്റെ കയ്യിൽ നിന്ന്. അപ്പൊ ആ സിറ്റി എവിടെയാണ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ സിറ്റീസ് ഇൻ ന്യൂസ് നോക്കണം. വോൾക്കാനിക് ഇറപ്ഷൻസ് നോക്കണം. അതുപോലെ തന്നെ എർത്ത്ക്വേക്സ്, സൈക്ലോൺസ്, ഇതിന്റെയൊക്കെ സൈക്ലോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCനെ സംബന്ധിച്ച് എപ്പോഴും സൈക്ലോൺസ് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സൈക്ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ആ സൈക്ലോൺ ഉണ്ടായത്, ഏത് കോസ്റ്റിനെയാണ് അത് ഹിറ്റ് ചെയ്തത്, അതിന് പേരിട്ടത് ആരാണ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ന്യൂസിൽ നിന്ന് കളക്ട് ചെയ്യുക. പിന്നെ ന്യൂസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ ക്ലാസ്സസിൽ പറയുന്നതായിരിക്കും. അപ്പൊ ന്യൂസ് പേപ്പർ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ റീഡിങ് ചെയ്യാൻ സമയമില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് റെഫർ ചെയ്താലും മതി. കറണ്ട് അഫയേഴ്സിന്റെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളില് കഴിഞ്ഞ ഒരു വർഷത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ മാഗസിൻസ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അറ്റ്ലസ് കയ്യിൽ വേണം. എന്തിനാണ് അറ്റ്ലസ് കയ്യിൽ വെക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നേഷൻസ് ആൻഡ് ബോർഡറിംഗ് നേഷൻസ് അറ്റ്ലസിൽ നോക്കേണ്ടി വരും. സിറ്റീസ് ഇൻ ന്യൂസ് അറ്റ്ലസിൽ നോക്കേണ്ടി വരും. അതുപോലെ മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ വേൾഡ്, ഞാൻ മൗണ്ടൻ റേഞ്ചസും പ്ലേറ്റ്യൂസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അറ്റ്ലസ് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എപ്പോഴും നിങ്ങൾ അറ്റ്ലസിൽ നോക്കി മാപ്പ് ചെയ്ത് പഠിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിക്കളക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സോഴ്സസ്: SCRT, NCRT, ന്യൂസ് പേപ്പർ, അറ്റ്ലസ്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണ്, ഇപ്പൊ NCRT മൊത്തം വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അതുപോലെ SCRT വായിക്കാനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റിക്ക് ഓൺ ടു ദി +1 ടെക്സ്റ്റ് ബുക്സ്. ആ +1 2 ടെക്സ്റ്റ് ബുക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ 2 ടെക്സ്റ്റ് ബുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയും ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റും. ആ 2 ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആൻസേഴ്സ് ജോഗ്രഫിക്ക് ചെയ്യാനായിട്ട്
സാധിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് KASന് ചോദിക്കുക? കുറെ പേരുടെ ഡൗട്ടാ എങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് KASന് ചോദിക്കുക. അപ്പോൾ കഴിഞ്ഞ KAS എക്സാമിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം. കണ്ടോ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദേ റീസൺ അസേർഷൻ അല്ലെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആ. അസേർഷൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നറിഞ്ഞാൽ മാത്രം പോരാ, അവിടെ എന്തുകൂടെ മനസ്സിലാക്കണം. അതായത് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസേർഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്നുകൂടെ അറിയണം. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനാ. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ കുറച്ച് ടഫസ്റ്റ് വേർഷൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട. നമ്മള് സൈലത്തില് നമ്മുടെ KAS ബാച്ചില് എല്ലാ ദിവസവും ടെസ്റ്റ് നടക്കുന്നുണ്ട്, വീക്ക്ലി ടെസ്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ടെസ്റ്റില് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ തരും. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കിട്ടും കേട്ടോ. ഇതാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഇനി ജോഗ്രഫിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ABCD അങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ജസ്റ്റ് A ആണോ B ആണോ C ആണോ D ആണോ അങ്ങനെ എടുത്താൽ മതി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ റോറിംഗ് 40s കുറിച്ചാണ് ക്വസ്റ്റ്യൻ. റോറിംഗ് 40s എന്ന് പറയുന്നത് ഒരു പെർമനന്റ് വിൻഡ് ആണ്. വെസ്റ്റേർലീസിൽ വരുന്ന പെർമനന്റ് വിൻഡ് ആണ് റോറിംഗ് 40s. ഈ റോറിംഗ് 40s പ്രത്യേകത അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അറിയാൻ പാടില്ലാത്തവർ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ക്ലാസ്സിൽ ഈ ടോപ്പിക് ഒക്കെ കവർ ചെയ്യും. ഇപ്പൊ റോറിംഗ് 40s പ്രത്യേകത വെസ്റ്റേർലി വിൻഡ്സ് ആണ്. സദേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ആ വിൻഡ് കാണത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട ദേ ബ്ലോ അൺഇൻറപ്റ്റഡ് ഇൻ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് റോറിംഗ് 40s ഒരു വെസ്റ്റേർലി വിൻഡ് ആണ്, അത് സദേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഇവിടെ ഇവര് ഈ ക്വസ്റ്റ്യനിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാ ചോദിച്ചാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഓപ്ഷൻ A തെറ്റി, ഓപ്ഷൻ C തെറ്റി, ഓപ്ഷൻ D തെറ്റി. പിന്നെ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ B 2, 3 and 4. ഇതാണ് എലിമിനേഷൻ ടെക്നിക് എന്ന് പറയും. UPSCയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അപ്പൊ ഇത്തരം ടെക്നിക്കുകളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ജോഗ്രഫീനെ സംബന്ധിച്ച് ജോഗ്രഫി നല്ല കോൺസെപ്റ്റൽ സബ്ജക്റ്റ് ആണ്. സാധാരണ സബ്ജക്ട് പോലെ കാണാപ്പാടം വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഹൈലി ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫിയുടെ ആൻസർ ചെയ്യാനും ഒരു പൊടിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ നമ്മുടെ കോച്ചിങ്ങിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞുതരും എങ്ങനെയാണ് ആൻസറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഈ കോർ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നുണ്ടാവും. ദേ ബ്ലോ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് കൺസിസ്റ്റൻസി, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ their direction is generally from northwest to east in southern hemisphere. അതിന്റെ ഡയറക്ഷനും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓവർകാസ്റ്റ് സ്കൈ, റെയിൻ ആൻഡ് റോ വെതർ ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് ദം. അതായത് ഈ ഒരു കാറ്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മഴയും അതുപോലെ തന്നെ റോ വെതറും ഉണ്ടാവാം. അതും ശരിയാണ്. അപ്പൊ ആൻസർ 2, 3 and 4 ആണ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്നേ ഉള്ളൂ. റിയലി നമ്മൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നല്ലത്. പഠിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഇങ്ങനത്തെ ടെക്നിക്സ് ഇവിടെ വർക്ക് ചെയ്യും. ഈ ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി കണ്ടോ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാ. പ്രൈം മെറിഡിയൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ. അപ്പോ A എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. B 2 ആണ് വരിക. ഇനി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. അപ്പൊ C വരുന്നത് 1 ആണ്. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിടണം 3, 2, 1 ഇവിടെയാണ് വരിക. ഇനി ബാക്കിയും കൂടെ നിങ്ങൾ നോക്കിക്കോ. ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 66.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ 23.5 ഡിഗ്രി സദേൺ ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാ. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ ടഫ് ക്വസ്റ്റ്യൻസും KASന് ചോദിക്കാം. KASന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു UPSC ലെവൽ ചോദ്യങ്ങളാണ്. ഓക്കെ, എന്നാൽ UPSCയുടെ അത്രയും ടഫ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയും ടഫും അല്ല. അപ്പോൾ
ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 5 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചാണ്. നോക്കിക്കേ, വൈ ഡിഡ് ദ ട്രോപ്പോസ്ഫിയർ കോൾ മീറ്ററോളജിക്കലി സിഗ്നിഫിക്കന്റ് ലെയർ? എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയർ മീറ്ററോളജിക്കലി സിഗ്നിഫിക്കന്റ് ലെയർ ആവുന്നത്? റൈറ്റ് അബൌട്ട് റെയിൻഫോൾ ഇൻ ഇന്ത്യ ആസ് സീസണൽ, അൺസർട്ടൻ ആൻഡ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ഇന്ത്യയിലെ റെയിൻഫോൾ എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്, എപ്പോഴാണെങ്കിലും മഴ പെയ്യാം. അതുപോലെ തന്നെ അൺഈവൻ ആണ്, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ അല്ല മഴ ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ഡു ദ ഹിമാലയ ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കാര്യമല്ലേ, എങ്ങനെയാണ് ഹിമാലയ ഇന്ത്യൻ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 3 പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഹൗ ഡസ് എർത്ത് സർഫസ് മെയിൻറ്റെയിൻ ദ ലാറ്റിറ്റ്യൂഡിനൽ ഹീറ്റ് ബാലൻസ്? എങ്ങനെയാണ് എർത്തിന്റെ സർഫസിൽ ഹീറ്റ് ബാലൻസ് നിലനിർത്തുന്നത്? അതായത് ഹീറ്റ് ബജറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ 3 മാർക്കർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഈ 5 മാർക്കർ 3 മാർക്കർ ഉണ്ട് ഞെട്ടണ്ട. ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം, നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ് വരെ ആൻസർ എഴുതിയേക്കുന്നത് 5 മാർക്കർ ക്വസ്റ്റ്യനും 3 മാർക്കർ ക്വസ്റ്റ്യനാണ്. 3 മാർക്കർ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു 3 to 4 സ്റ്റേറ്റ്മെന്റ്സിൽ ആൻസർ എഴുതും. അതുപോലെ 5 മാർക്കർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹാഫ് പേജ് ആൻസർ എഴുതും, അല്ലെങ്കിൽ 1 പേജ് ആൻസർ എഴുതും. നിങ്ങൾ 10th വരെ എങ്ങനെയാണോ ആൻസർ എഴുതി പഠിച്ചേക്കുന്നത് ആ രീതിയിൽ ആൻസർ എഴുതാനുള്ളതേ ഉള്ളൂ. ഇനി കുറെ കുട്ടികളുടെ വിചാരമാണ്, അതായത് നിങ്ങളിപ്പോ പ്രിലിംസ് ക്ലാസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നേ, അപ്പൊ മെയിൻസിന് ഞങ്ങൾ സെപ്പറേറ്റ് കോച്ചിങ് എടുക്കണ്ടേ എന്നൊക്കെ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളിവിടെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ പ്രിലിംസിന് എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിൽ ക്വസ്റ്റ്യൻ വരുന്നതും. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇവിടെ എർത്ത്ക്വേക്കിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എർത്ത്ക്വേക്ക്. ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത്ക്വേക്ക് ഈസ് മെഷേർഡ് ഇൻ മെർക്കാലി സ്കെയിൽ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ earthquake measures the energy released. Earthquakes magnitude are based on direct measurements of amplitude of seismic waves. In the Richter scale, each whole number demonstrates a 100-fold increase in the amount of energy released. അപ്പോ ഇവിടെ എർത്ത്ക്വേക്കിനെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മൊത്തം. ഇനി നിങ്ങൾ ഈ മെയിൻസിലോട്ട് വന്നേ, മെയിൻസിലും എർത്ത്ക്വേക്കിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കേ, അതായത് ഈ ഒരു ഇതില് നിങ്ങൾക്ക് കാണാം, വൈ ഡിഡ് എർത്ത്ക്വേക്ക് സ്ട്രോങ്ങർ അറ്റ് എപ്പി സെന്റർ? എന്തുകൊണ്ടാണ് എർത്ത്ക്വേക്ക് എപ്പി സെന്ററിൽ സ്ട്രോങ്ങർ ആവുന്നത്? അപ്പൊ എർത്ത്ക്വേക്കിനെ കുറിച്ച് പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻസിനും ചോദിച്ചിട്ടുണ്ട്. ഈ എർത്ത്ക്വേക്കിനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പ്രിലിംസ് ക്വസ്റ്റ്യന്റെ ആൻസറും മെയിൻസ് ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇരുന്നാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിലിംസ് മാത്രമാണ് ക്ലാസ്സിൽ എടുക്കുന്നത് എന്നൊരു ചിന്ത വേണ്ട. നമ്മൾ ടോപ്പിക് UPSCക്ക് എടുക്കുന്ന പോലെ ഹോളിസ്റ്റിക് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ആ ടോപ്പിക് മൊത്തം നമ്മൾ കവർ ചെയ്യും. നിങ്ങൾക്ക് മെയിൻസിന് ഉള്ള ടോപ്പിക്കും കൂടെ അവിടെ കവർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമും മെയിൻസിന്റെ മെന്റർഷിപ്പും ഈ പ്രിലിംസിന്റെ ക്ലാസ് കഴിഞ്ഞ് പ്രിലിംസ് കിട്ടിയതിന് ശേഷമാണ് തരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പ്രിലിംസിന് 3 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ 3 മാസത്തില് നമുക്ക് മാക്സിമം പ്രിലിംസ് ക്ലിയർ ചെയ്യാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോ മെയിൻസും പ്രിലിംസും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പ്രിലിംസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പക്ഷെ മെയിൻസിന് വേണ്ട ടോപ്പിക് കവർ ചെയ്യപ്പെടും. പക്ഷെ മെയിൻസിന്റെ ആൻസർ റൈറ്റിങ്ങും മെന്റർഷിപ്പും കൂടുതൽ ഫോക്കസ് ചെയ്യുക ആഫ്റ്റർ പ്രിലിംസ്. ചെറിയ ചെറിയ ആൻസേഴ്സ് ഒക്കെ ക്ലാസ്സിൽ എഴുതിക്കും. ക്ലാസ്സിന്റെ നോട്ട് എഴുതി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് നമ്മൾ ടോപ്പിക്സ് എടുക്കുക. അതിൽ നിങ്ങൾ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി പ്രിലിംസും മെയിൻസും അപ്പൊ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട, ഓൺലി റൈറ്റിംഗ് പ്രാക്ടീസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നേ. ഓക്കെ, ഇനി എങ്ങനെയാണ് ജോഗ്രഫി പഠിക്കാൻ പോകുന്നത്? ഹൗ ടു സ്റ്റഡി ജോഗ്രഫി. എങ്ങനെയാ ജോഗ്രഫി പഠിക്കുന്നത്? ജോഗ്രഫി പഠിക്കുമ്പോൾ ഫസ്റ്റ്, ജോഗ്രഫി എന്നല്ല ഏത് സബ്ജക്റ്റും പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സിലബസ് എടുത്ത് വെക്കുക. കാരണം ഈ 3 മാസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഈ 3 മാസം കൊണ്ട് എല്ലാം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സിലബസ് എടുക്കുക. ആദ്യം ഗോ ത്രൂ ദ സിലബസ്. സിലബസിൽ കൂടെ കടന്നു പോവുക. സിലബസിലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. അടുത്തത് ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതായത് നമുക്ക് KS ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളൂ.
ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, വേറൊരു കാര്യം കൂടെ ചെയ്യണം. അതായത് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. അതായത് സ്റ്റേറ്റ്മെന്റ് ആണോ, മാച്ച് ദ ഫോളോയിങ് ആണോ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോ KS നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് നമ്മുടെ PSCയുടെ ഡിഗ്രി പാറ്റേൺ മാറിയില്ലേ, അപ്പം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യണം. കാരണം PSC ആണ് ഈ എക്സാം കോണ്ടക്ട് ചെയ്യുന്ന ബോഡി. അപ്പൊ ആ PSC ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഗ്രി ലെവൽ മാറിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ UPSC ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. കാരണം നമ്മുടെ UPSC ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ KSൽ ചോദിക്കുന്നത്. അപ്പൊ കുറച്ച് UPSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യണം. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, വെറുതെ കാർഡ് അടച്ച് പഠിക്കാതെ, അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാതെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, സ്മാർട്ട് വർക്ക് ചെയ്യണം. ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നതും അതുപോലെ PYQs അനലൈസ് ചെയ്ത് പഠിക്കുക എന്നതുമാണ്. അപ്പൊ എന്തൊക്കെ PYQs അനലൈസ് ചെയ്യണം? പ്രീവിയസ് ഇയർ KS ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. അതുപോലെ തന്നെ ഡിഗ്രി തല പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കണം. കഴിഞ്ഞ 5 വർഷത്തെ UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓരോ സബ്ജക്റ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യണം. ആ ഏരിയാസിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം. ഇനി ജോഗ്രഫി പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കരുത്. ജോഗ്രഫി പഠിക്കുമ്പോൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഹിസ്റ്ററിയോ പൊളിറ്റിയോ പഠിക്കുന്ന കാണാപ്പാഠം പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല ജോഗ്രഫി എക്കണോമിക്സ്. ജോഗ്രഫി എക്കണോമിക്സ് ഈ 2 സബ്ജക്റ്റും കോൺസെപ്റ്റ്സിലാണ്. ഈ 2 സബ്ജക്റ്റും ബാക്കി സബ്ജക്റ്റിനേക്കാളും ടഫാണ്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 80% കുട്ടികൾക്കും പൊളിറ്റി, ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ടെക്നിക്കൽ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ അത് പഠിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ടൈം എടുക്കും. അതുകൊണ്ട് മക്കളെ കാണാപ്പാഠം പഠിക്കല്ല വേണ്ടേ, കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്താനായിട്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസിൽ നോക്കി അതിന്റെ ഒരു മാപ്പിലെ പൊസിഷൻ നോക്കി മനസ്സിലാക്കുക, ഡയഗ്രാംസ് ഒക്കെ കണ്ടുപഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മെക്കാനിസം മനസ്സിലാവും. ഇനി നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പൊ റെയിൻഫോളിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഒരു മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വൈ ദിസ് റെയിൻഫോൾ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ മഴ നടക്കുന്നത്? ഇത് ഏത് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ്? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ ക്ലൗഡ്സിനെ കുറിച്ച് പഠിപ്പിക്കും. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ക്ലൗഡ്സ് നോക്കുക, എന്നിട്ട് ഒന്ന് ചിന്തിക്കുക, ഇത് ഏത് ടൈപ്പ് ക്ലൗഡ് ആണ്. നിങ്ങൾ വേവ്സ് കണ്ടിട്ടുണ്ട് അല്ലെ, തിരമാലകൾ. അപ്പൊ വേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇനി കടൽ തീരത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒബ്സർവേഷൻസിലൂടെ, നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കുക. ദെൻ ഇറ്റ് വിൽ ബി മോർ ഈസി. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് മാത്രമല്ല, അത് മറക്കാൻ പോകുന്നില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നത്, കണ്ടു പഠിക്കുന്നത് നിങ്ങൾ മറക്കത്തില്ല. ഇനി ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡു മാക്സിമം ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ യുവർ സ്റ്റഡീസ്. പൊതുവെ PSCക്കാരുടെ ഒരു സ്വഭാവം കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് മാത്രമാണ്, ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. പക്ഷേ UPSCക്കാരുടെ പ്രത്യേകത, അവർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ KS പാസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം ആ ക്വസ്റ്റ്യനിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലോജിക് ഉണ്ട്. ആ ലോജിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇവിടെ നടക്കുന്ന ടെസ്റ്റ് സീരീസ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെസ്റ്റ് സീരീസ് പോലും മിസ് ചെയ്യരുത്. ടെസ്റ്റ് സീരീസിന് മൈനസ് മാർക്ക് കിട്ടിയാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഗ്രാജുവലി സ്കോർ കയറ്റിക്കൊണ്ട് വരാൻ നോക്കുക. ഓക്കെ, അതായത് ടെസ്റ്റ് സീരീസിന് തുടക്കത്തിൽ മാർക്ക് കുറവായിരിക്കും, ഒരു പ്രശ്നമില്ല. അതിപ്പോ UPSC ആണെങ്കിലും KS ആണെങ്കിലും PSC ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് കുറവായിരിക്കും. ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഇത് സ്കോർ കൂട്ടിക്കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. കൺസിസ്റ്റൻസി ആണ് ഇവിടുത്തെ കീ. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഓക്കെ, അപ്പൊ 3 months പണിയെടുത്താൽ മതി. ആ 3 months വൃത്തിയായിട്ട് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് KS കയറാവുന്നതേ. അപ്പോ ജോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ബുക്സ് ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അത് മാത്രമല്ല എങ്ങനെ പഠിക്കണം എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.